അപ്പോൾ ഇത് തിരുവോണ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എൻ്റെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു തട്ട് ഇഡ്ഡലി അവിച്ച് വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി അവിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ സാമ്പാറിനുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. രാത്രി കിടക്കാൻ പോയതിന് ശേഷമാണ് അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിങ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ട് പോയാൽ അമ്മ എളുപ്പം സാമ്പാറിനുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. തലേ ദിവസം തന്നെ മലക്കറി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോലി കുറച്ച് എളുപ്പമാവും. എല്ലാവർക്കും പനിയും കഫക്കെട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കിയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും മക്കളും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. അപ്പോൾ ഇതെന്റെ ചേച്ചി വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ. സ്പെഷ്യൽ ഓണക്കോടിയാണ് എനിക്കിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുവരേക്കും രണ്ടു മക്കളെയും എരുത്താവൂര് കൊണ്ടുപോയിട്ടില്ല. ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അവരെ എരുത്താവൂര് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അങ്ങനെ എരുത്താവൂരാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എരുത്താവൂര് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ. ഇത് മലയുടെ മുകളിലിരിക്കുന്ന അമ്പലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റെപ്പും കുറച്ച് ദൂരം നടന്ന് കയറാനുണ്ട്. നമ്മളൊരു 6:45-7 മണിക്കകത്ത് വെച്ച് അവിടെ എത്തിയതുകൊണ്ട് തന്നെ വലിയ ക്ഷീണങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റെപ്പ് ഫുള്ള് കയറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭഗവാനെ നല്ല വൃത്തി തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, കാണാൻ നല്ല രസമാണ്, നല്ല ആംബിയൻസ് ആണ് അവിടെ. അങ്ങനെ കുറച്ചു നേരം അമ്പലത്തിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു, കുറച്ചധികം ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടുപോകും കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച ആൾക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചു നേരം ഇരുന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ വെടി വഴിപാടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു പ്രത്യേക രസമാണ്. അത് മലമുകളായതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് പൊട്ടി ശബ്ദവും എക്കോ പോലെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ താഴെ ഇറങ്ങി നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ പൂവിടാൻ വേണ്ടിയിട്ട് ഈ വർഷം ആദ്യമായിട്ട് കുറച്ച് പൂവും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ കുറച്ചധികം കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കറിയും സാമ്പാറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ജോലി ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂ കൊണ്ടുവന്നപ്പോൾ ചേച്ചി അനിയനും കൂടെ അടി തുടങ്ങി. പിന്നെ 2 ട്രിപ്പായിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആണ് കേട്ടോ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് മാമന്റെ മക്കളാണ് കേട്ടോ. അവരും രാവിലെ കുളിച്ചൊരുങ്ങി പൂ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം അവർ സോൾവായി, പൂക്കളം ഒന്നായി കേട്ടോ. ഞങ്ങളൊരു 11 മണിയായപ്പോഴാണ് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യക്കുള്ള ഏർപ്പാടായിരുന്നു. അത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ ജോലികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഉഗ്രനൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പും പപ്പടവും അവിയലും തോരനും കിച്ചടിയും 3 ഐറ്റം അച്ചാറും പുളിശ്ശേരി മോര് രസം എല്ലാം ആയിട്ട് ചോറും കറികളും ഒക്കെ ആയതിനു ശേഷം അച്ഛൻ്റെ ഒരു സഹോദരി മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ ഇലയിട്ട് ഒരു റൂമിൽ അവർക്കൊരു ജോഡി ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മളിതുപോലെ സദ്യ വിളമ്പും. അവർക്കാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം കാക്കയ്ക്കൊക്കെ കൊടുക്കും. പിന്നെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് മക്കൾക്കും ചേട്ടന്മാരും അച്ഛനും ഒക്കെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാനും അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും അവർക്ക് വിളമ്പി കൊടുത്തോണ്ട് മക്കളാണ് കേട്ടോ ഞങ്ങൾക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ സദ്യ കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ ഒരിടത്തും പോയിട്ടില്ല. എല്ലാ വർഷവും തിരുവോണത്തിന്റെ ഉച്ചയ്ക്ക് സദ്യയും കഴിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകും, ഒരു സിനിമ കാണാനെങ്കിലും പോകും. പ്രാവശ്യം അതും നമ്മൾ ചെയ്തിട്ടില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റ് ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അത്ത ഇളക്കണമല്ലോ. അങ്ങനെ രാത്രി ആയപ്പോൾ അത്ത ഇളക്കാൻ മക്കളെ വിളിച്ചു. അവരിങ്ങനെ അത്തം വാരി എറിഞ്ഞ് അത്ത ഇളക്കി ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അത്തമൊക്കെ ഇട്ട് ഫസ്റ്റ് ഓണമായിരുന്നു ഇത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.